ചേച്ചി ആൾക്ക് അവിടെ പൊക്കാം, അവിടെ പൊക്കിയാ വെള്ളം കയറിയില്ല. ഇത് ഈ മെറ്റൽ ഇവിടെ ഇട്ടിട്ട് പൊക്കേണ്ട കാര്യമുണ്ട്. ഇത് റോഡിന്റെ ഒപ്പത്തിനെ വെച്ചേക്കണ. വീടിന്റെ മുൻവശം എന്ന് പറയുന്നത് അവിടെ വരെയുള്ളൂ. റോഡിലേക്ക് ഞാൻ ഒരു ഇഞ്ച് കയറിയിട്ടില്ല. എന്റെ വീടിന്റെ റോഡിൽ കയറിയില്ല. ഞാനിത് പണ്ടേ നിങ്ങൾക്ക് ഞാൻ പണ്ടേ ഇവിടെ ഒരു സാധനം ഇടാറില്ലേ, അതിപ്പോ ഹൈറ്റ് കൂട്ടിയെന്നുള്ളൂ. ആ ഹൈറ്റ് കൂട്ടുമ്പോ അപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാന് അല്ല ചേച്ചി പറ, അതെന്താ ചെയ്യണ്ടേ പറ. വെള്ളം റോഡില് വെള്ളത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള പോക്ക് തടയാൻ പറ്റില്ല. ഇത് വെള്ളത്തിന്റെ പോക്കൊന്നല്ല. നിങ്ങളോട് സംസാരിച്ചിട്ടില്ല, ഞാനിവിടെ മെമ്പറുടെ അടുത്ത് സംസാരിച്ചു. ഇവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വെള്ളം തടഞ്ഞേക്കണേ ഇവര്. അപ്പൊ അല്ല അത് അവിടെ തടയാം. ഇതിന്റെ മുകളിൽ ചെയ്യാൻ പാടില്ല. ഇതിന്റെ മുകളിലേക്ക് അല്ല ഇവിടെ ഗ്യാപ്പ് വരണ്ടേ? അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പും വരണമെന്നില്ല, ചേർത്ത് ചെയ്യാം. അപ്പൊ ഞാൻ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും മോളും പൊക്കിക്കോന്നേ. അല്ല ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാൻ, ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ ഇനി. ഇല്ല, ശരിയല്ലേ? ശരിയായി. കാരണം അവനോന്റെ പ്രോപ്പർട്ടി അവനോന്റെ ഉത്തരവാദിത്തം. കാരണം ഈ വെള്ളം മുഴുവൻ കെട്ടി നിൽക്കുന്നത് ഇവിടെയാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ആ മതിലിനാണ് ദോഷം. ഈ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടാൻ പോണില്ല. അവിടെ ഇടിഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ലീനാക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇത് മതിലിടിഞ്ഞാൽ ഒരു സാധനം ഞാൻ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അത് ഞങ്ങളെ പ്രശ്നമല്ല. ഞാൻ മേടിച്ച 3 കൊല്ലമല്ല. ഞാൻ ഒന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടു ഞാൻ അവിടെ. സൗകര്യമില്ല, അത് പൊളിയും. അത് ഇനി അഥവാ പൊളിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷീറ്റ് കെട്ടും. തന്റെ സൗകര്യം എന്താണ്, തന്റെ പ്രശ്നം എന്താന്ന് എനിക്കറിയാം. അതെനിക്കറിയാം, അതെന്റെ ഫോണിലുണ്ട്. എന്ത് പ്രശ്നം? നീ രാത്രി കാലങ്ങളിൽ തോണ്ടാൻ വന്നപ്പോ ഞാനതിന് നിന്ന് തന്നില്ല. ഇതിനകത്ത് കിടപ്പുണ്ട് സണ്ണി, ഇതിനകത്ത് കിടപ്പുണ്ട് സണ്ണി. കംപ്ലീറ്റ് മെസ്സേജ് ഇവിടെ കിടപ്പുണ്ട്. നാട്ടുകാർ മുഴുവൻ അറിയണം. ഇഷ്ടമല്ല തോണ്ടാനും പിച്ചാനും വന്നിട്ട് ഞാൻ നിന്ന് അതെ ഇഷ്ടമല്ല. ഇതിനകത്ത് കയറി വന്ന് താൻ എന്നെ കൈവച്ചതാ. പിന്നെ ഞാനതിന് നിന്നേരാത്തോണ്ടല്ലേ. പല തവണ വന്ന് താൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. നോക്കട്ടെ, പറ്റിയാ നോക്കട്ടെ. ഫോൺ എടുക്കും ചേച്ചി.